ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ട്രൈപോഡാണ്. വളരെ ചിലവ് കുറഞ്ഞ് PVC പൈപ്പ് കൊണ്ട് ട്രൈപോഡ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഒരു 3/4 മീറ്റർ വലുപ്പത്തിൽ ഇതുപോലത്തെ ഒരു പീസ് വേണം. അതുപോലെ തന്നെ ഒരു 1 മീറ്ററോളം വലുപ്പത്തിൽ ഇതുപോലത്തെ ഒരു 4 പീസ് വേണം. അതിൻ്റെ ഇവിടെ നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുക്കണം, ഈ ഭാഗത്തും അതുപോലത്തെ ഈ ഭാഗത്തും. ഓക്കെ, അത് 4 നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. അതുപോലത്തെ ഇതുപോലെ 2 ചെറിയ പീസ് വേണം. ഇത് ഈ വലുപ്പത്തിൽ 2 ചെറിയ പീസ്. പിന്നെ 1 ഇഞ്ചിൻ്റെ ഈ നീളത്തിൽ ഒരു പൈപ്പ് കൊടുക്കണം, 1 ഇഞ്ചോളം ഇത് വീതി വരുന്നത്. പിന്നെ ഒരു ജംഗ്ഷൻ വേണം, ഇതുപോലെ 4 വേയുള്ള ഒരു ജംഗ്ഷൻ വേണം. ജംഗ്ഷനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ 4 കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു ഹോള് ഇവിടെയും ഈ ഭാഗത്തും ഇട്ട് കൊടുക്കണം, ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നടുക്കും വലിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. 2 ഭാഗത്തും പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. 1 ഇഞ്ചോളം വീതിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീ ബോക്സ് വേണം. പിന്നെ ഒരു 8 എൽബോ വേണം. ഇതുപോലത്തെ ചെറിയ പീസ് ഒരു 6 വേണം. പിന്നെ നെറ്റ് ബോൾട്ട് ഒരു 4 വേണം, ഒരു 8 സൈസിൽ നെറ്റ് ബോൾട്ട് 4 വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ കട്ടിങ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജംഗ്ഷൻ എടുത്തിട്ട് നമ്മുടെ 1 മീറ്റർ അകലത്തിലുള്ള പൈപ്പ് ഒന്ന് അതിൻ്റെ ഒരു കട്ടിങ്ങിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ആ ഒരു കട്ടിങ്ങിൽ പൈപ്പ് വെക്കുമ്പോൾ ആ ജംഗ്ഷനിലുള്ള 2 ഹോളും അതുപോലെ പൈപ്പിലുള്ള 2 ഹോളും കറക്റ്റായിട്ട് ആയിരിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ട്രൈപോഡിൻ്റെ ഒരു കാല് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ 4 കാലും ഈ ഒരു കട്ടിങ്ങിൽ വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 കാലിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് കിടത്തി വെച്ചിട്ട് ഇതിൻ്റെ ഈ 2 കാലുകളൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കണം, ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഒരു എൽബോ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു എൽബോ എടുത്തിട്ട് ആദ്യം ഒരു കാലിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസ് പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിന്മേലും ഒരു എൽബോ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ മറ്റേ കാലിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 കാലുമേക്കും കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ട്രൈപോഡിൻ്റെ കാലിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള പണി നോക്കാം. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ അത് നമ്മളൊരു നെറ്റ് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നെറ്റ് ബോൾട്ടിൻ്റെ നെറ്റ് അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആ നെറ്റ് ഇതുപോലെ ഹോളിലൊന്ന് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പശ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നെറ്റ് ശരിക്കും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ നെറ്റ് ഫിറ്റ് ചെയ്ത ആ പൈപ്പ് ഇതുപോലെ ആ ജംഗ്ഷൻ്റെ മുകളിലുള്ള ഒരു ഹോളിൽ ഒന്ന് ഇറക്കി കൊടുക്കുക. ഇതുപോലെ ജോയിൻ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇൻസുലേഷൻ വെച്ച് ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ബോൾട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ നെറ്റ് ടൈറ്റാക്കുമ്പോൾ നമുക്ക് ആ പൈപ്പ് അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രൈപോഡിൻ്റെ ഹൈറ്റ് നമുക്ക് ഇതിലൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് ഫോൺ വെക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു ടീ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ആ ചെറിയ പീസ് പൈപ്പിൻ്റെ കഷ്ണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ 2 ഭാഗത്തായിട്ട് ഓരോ എല്ല് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെറിയ പീസ് ആ എല്ലുമ്മലും ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതുമേലും നമ്മൾ ഓരോ എൽബോ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിന്മേൽ ഒരു ചെറിയ പീസ് വെച്ച്
ഒരു ടീ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ചതുരത്തിനുള്ളൊരു ആകൃതിയിൽ ഈ സാധനം വരും. ഇതിൻ്റെ ടീയുടെ ജോയിൻ്റ് 2 ഭാഗത്തേക്കായി നിൽക്കണം ഇതുപോലെ. അതിനുശേഷം നമ്മൾ അവസാനം ട്രൈപോഡിൽ വെച്ച ആ പൈപ്പിൻ്റെ മുകളിലായി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മൊബൈൽ വെക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കണം. മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തു നിന്നും മുകളിലേക്ക് ഒരു പാളിയായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ പൈപ്പ് പകുതി വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു കട്ടിങ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഇതുപോലെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ആ പൈപ്പിൻ്റെ മുകളിൽ പൊളിച്ച ഭാഗം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. പൈപ്പ് അത്യാവശ്യം ചൂടായതിനു ശേഷം നമുക്കിത് നിവർത്തിയെടുക്കണം. ഇത് നമുക്കൊരു ഫ്ലാറ്റായിട്ട് കിട്ടണം. അപ്പോൾ പൈപ്പ് ഏകദേശം ഒരു കത്തിയുടെ രൂപത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലെ 2 ഭാഗത്തു നിന്നും ഇതുപോലെ ചെറുതായിട്ട് 2 പീസ് കട്ട് ചെയ്ത് എടുത്ത് കളയണം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ആ ഒരു മൊബൈലിൻ്റെ അളവിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. പൈപ്പ് ഏകദേശം ചൂടാക്കി കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ അവിടെ വെച്ചിട്ട് ഇതുപോലെ ആ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക മൊബൈലിൻ്റെ ഒരു അളവിൽ. അതിനുശേഷം അതിൻ്റെ തുമ്പ് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മുടെ മൊബൈൽ എടുത്തതിന് ശേഷം നമ്മൾ ആ മുകളിലേക്ക് വളച്ച് വെച്ച ഭാഗം ചൂടാക്കി ഒന്നുകൂടി താഴോട്ടാക്കി വെക്കുക. ഇനി നമ്മുടെ മൊബൈൽ അതിലിട്ട് കഴിഞ്ഞാലും ആ ഒരു സ്ലോപ്പ് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ അതിൽ ടൈറ്റായി നിൽക്കും. അപ്പോൾ യാതൊരു ലൂസോ ഒരു ഊരിപ്പോരാനോ ഒരു ചാൻസും പിന്നെ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളുണ്ടാക്കിയ ഒരു മൊബൈൽ ഹോൾഡർ നമ്മുടെ ട്രൈപോഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര വേണമെങ്കിലും നമുക്ക് താഴോട്ടോ മേപ്പോട്ടോ വേണമെങ്കിൽ ചെരിച്ച് കൊടുക്കുക. എത്ര ആംഗിൾ വേണമെങ്കിലും നമുക്കിത് ചെരിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രൈപോഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് ഏകദേശം ഒരു 100 രൂപേൻ്റെ ചോടെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ട്രൈപോഡ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 800-1000 റേഞ്ച് വരുന്നുണ്ട് നല്ലൊരു ട്രൈപോഡിന്. അങ്ങനെയാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായത്. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.